എന്താണ് ജോയിന്റ് സിറ്റിംഗ്? ഒരു ബില്ലിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും വ്യത്യസ്ത നിലപാടുകളാണെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു മാർഗമാണ് ജോയിന്റ് സിറ്റിംഗ് അഥവാ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 108. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ ഈ ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതെല്ലാം തന്നെ പ്രസിഡന്റ് ആണ്. സംയുക്ത സമ്മേളനത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സഭ ബില്ല് തിരസ്കരിക്കുകയും ഈ ബില്ലിലുള്ള അമെന്റ്മെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിയോജിപ്പുണ്ടാവുകയും അതുപോലെ തന്നെ ബില്ല് കൂടുതൽ 6 മാസത്തിൽ കൂടുതൽ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ടും ജോയിന്റ് സിറ്റിംഗ് ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കുന്നത്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും ആ സ്ഥാനം വഹിക്കുന്നത്. ഇനി ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കേണ്ടത് രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കണം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആകെ അംഗങ്ങളുടെ 1/10 പോർഷനാണ് ഇതിലെ കോറമായിട്ട് പറയപ്പെടുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇതുവരെ 3 തവണയാണ് ഇന്ത്യയിൽ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. 1961 സ്ത്രീധന നിരോധന ബില്ലും 1978 ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലും 2002 പോട്ട ആക്ടും ഈ ജോയിന്റ് സിറ്റിംഗ് വഴിയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇതുപോലുള്ള ഡെയിലി PSC അപ്ഡേറ്റ്സിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.